എജുപോഡ്. സവിന മിസ് ഹിയർ. അപ്പൊ നിങ്ങളുടെ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് നിങ്ങളെ ഓണം എക്സാമിന്റെ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒറ്റൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോവാ. നിങ്ങൾ ഇനിയിപ്പോ നോക്കിക്കോ, ഓണം എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് എന്ത് ചെയ്യാം, എന്തും കമന്റ് ചെയ്യാം. അത്ര ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് പറയുന്ന മുന്നേ ഒരു കാര്യം പറയാം. എജുപോഡിന്റെ ആപ്പിൽ ഫസ്റ്റ് ചാപ്റ്റർ തികച്ചും ഫ്രീ ആണ്. ഒന്നും വേണ്ട. ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോറിലും പോയിട്ട് എജുപോഡിന്റെ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ദെൻ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ക്ലാസ് ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്റർ കണ്ടോളാം, പഠിച്ചോളാം. യെസ്, നമുക്ക് നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. മാർവൽ ഓഫ് ദി മാഗ്നറ്റിക് റിലീം അല്ലെ. അപ്പൊ കാന്തിക ലോകത്തെ അത്ഭുതം. അപ്പം ഇതാണ് ആ ടോപ്പിക്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം മിസ് ഇതാ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വരച്ച് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ത്രൂ ഔട്ട് പഠിക്കുന്നത് നമ്മളെ മാഗ്നറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ കാന്തത്തെ കുറിച്ചാണ് അല്ലെ. അപ്പൊ മിസ് ഇവിടെ ഇതാ 2 കാന്തങ്ങൾ വരക്കുകയാണേ. യെസ്, 2 കാന്തം. 2 കാന്തം മിസ് ഇങ്ങനെ വരക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം കാന്തത്തിന് എന്തുണ്ടാവും, നോർത്ത് പോളും സൗത്ത് പോളും അല്ലെ. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉണ്ടാകും. അപ്പൊ നോക്കിക്കോ, ഇവിടെ ഇതാ എന്നും ഇവിടെ എസ്സും ആണ്. ഇനി ഇവിടെ എന്നും ഇവിടെ എസ് ആണ് എന്ന് മാർക്ക് ചെയ്യാണ് മിസ്. അപ്പോ നിങ്ങളോട് ചോദിക്കും ഇത് അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ 2 സാധനങ്ങളെ നോക്കണം. അതായത് അടുത്തടുത്തുള്ള 2 പോൾസിനെ നോക്കാം. അടുത്തടുത്തുള്ള 2 പോൾസ് ഏതൊക്കെയാ? അടുത്തടുത്തുള്ള 2 പോൾസ് ഒന്ന് എസ്സും ഒന്ന് എന്നും ആണ് അല്ലെ. രണ്ടും എന്താണ്, വ്യത്യസ്ത പോളാണ്. രണ്ടും വ്യത്യസ്ത പോളാണ്. അപ്പോ ആ വ്യത്യസ്ത പോളിനെ നമുക്ക് അൺലൈക്ക് പോൾസ് എന്ന് വിളിക്കാം. അൺലൈക്ക് പോൾസ് മലയാളീകരിക്കുകയാണെങ്കിൽ സജാതീയ ധ്രുവങ്ങൾ. ഇതാ സോറി, വിജാതീയ ധ്രുവങ്ങൾ കേട്ടോ. മിസ്സിനോട് മാറിപ്പോയതാണ്. വിജാതീയ ധ്രുവങ്ങൾ. ഓക്കെ, വിജാതീയ ധ്രുവം. അൺലൈക്ക് അല്ലേ, വ്യത്യസ്തമായല്ലേ, വ്യത്യസ്തനെ വിജാതീയ ധ്രുവങ്ങൾ എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോ ഈ അൺലൈക്ക് പോൾസ്, വ്യത്യസ്തമായ ആൾക്കാർ എപ്പോഴും എന്തേ ചെയ്യുള്ളൂ, അട്രാക്ട് ചെയ്യുള്ളൂ. വ്യത്യസ്തമായ ആൾക്കാർ എപ്പോഴും എന്തേ ചെയ്യുള്ളൂ, അട്രാക്ട് ചെയ്യും. അഥവാ ആകർഷണമാണ് ഇവിടെ നടക്കുക. ആകർഷണം. ഓക്കെ, അതായത് ഇനിയിപ്പം നെക്സ്റ്റ് ഒരു മാഗ്നറ്റ് വരക്കുകയാണ്. ഇവിടെ എസ്സും ഇവിടെ എന്നും, ഇവിടെ എസ്സും ഇവിടെ എന്നും ആന്ന് വെച്ചോ ഈ മാഗ്നറ്റിന്. അപ്പം ഈ 2 പോൾസ് നോക്കുക, എന്നും എസ്സും ആണ്, വ്യത്യസ്തമാണ്, അൺലൈക്ക് ആണ്, വിജാതീയമാണ്. അതുകൊണ്ട് എന്തായാലും അട്രാക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആകർഷിക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇതാ മിസ് അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇതാ 2 മാഗ്നറ്റ് വരക്കുകയാണ് കേട്ടോ. 2 മാഗ്നറ്റ് വരക്കുകയാണ്. അപ്പൊ ഈ 2 മാഗ്നറ്റിനും എന്തുണ്ട്, പോൾസ് ഉണ്ട്. ഈ 2 മാഗ്നറ്റിനും പോൾസ് ഉണ്ട്. മിസ് അടയാളപ്പെടുത്തുകയാണ് N. അപ്പൊ നിങ്ങളോട് ചോദിക്കും ഇത് രണ്ടും അട്രാക്ട് ചെയ്യോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് നോക്കണം, നിങ്ങൾ അപ്പോഴെന്ത് ചെയ്യണം, യെസ് 2 അടുത്തടുത്തുള്ള പോൾസ് നോക്കുക. അടുത്തടുത്തുള്ള പോൾസ് ഏതൊക്കെയാ, എസ്സും എസ്സും ഒരുപോലത്തെ പോൾസാ, ലൈക്ക് പോൾസ് ആണ് അല്ലെ. എന്താണ്, ലൈക്ക് പോൾസ് ആണ്, അല്ലെങ്കിൽ സജാതീയ ധ്രുവം അല്ലെ. സജാതീയ ധ്രുവം. ഒരേപോലത്തെ ആൾക്കാർ അട്രാക്ട് ചെയ്യൂല. അപ്പോൾ അട്രാക്ട് ചെയ്യാതെ നമ്മൾ എന്താ പറയാ, റിപ്പൽ, അല്ലെങ്കിൽ ഇവിടെ റിപ്പൾഷൻ ആണ് നടക്കുന്നത്. അതായത് എന്താ, വികർഷണമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഒരേപോലത്തെ ആൾക്കാർ അട്രാക്ട് ചെയ്യില്ല, വ്യത്യസ്ത ആൾക്കാർ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. ഏത് അർത്ഥത്തിലെടുത്താലും കുഴപ്പമില്ല, പഠിച്ചു കിട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇപ്പം തന്നെ കമന്റ് ചെയ്യണം. വീഡിയോ ആണെന്ന് അറിയാം, ഇപ്പം തന്നെ കമന്റ് ചെയ്യ്. ഈ ഫസ്റ്റ് വൺ ഏതാണ്, എസ്സും ആണ് അല്ലെ. ഒന്ന് നോക്കിക്കേ, എസ്സും ആണ്. ഓക്കെ, എസ്സും ആണ്. അപ്പോ 2 ഒരേപോലത്തെ പോളാണ്. അപ്പൊ ഇവിടെ എന്തേ നടക്കുള്ളൂ, റിപ്പൾഷൻ അല്ലെങ്കിൽ വികർഷണേ നടക്കുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ എസ്സും എന്നും ആണ് അല്ലെ. രണ്ടാമത്തെ നിങ്ങൾ കമന്റ് ചെയ്യ്. മിസ് പറയുന്നതിന് മുന്നേ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇതാ എസ്സും എന്നും ആണ് അല്ലെ, വ്യത്യസ്തമാണ്. അപ്പൊ ഇവിടെ എന്തേ നടക്കുള്ളൂ, അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നടക്കുക അല്ലെ. യെസ്, അപ്പൊ മൂന്നാമത്തെ നിങ്ങൾ കമന്റ് ചെയ്തോ. നിങ്ങൾ മിസ് പറയുന്നതിന് മുന്നേ കമന്റ് ചെയ്യണം. മൂന്നാമത്തെ എന്താ,
എന്നും എന്നും ആണ് അല്ലെ. അപ്പം എന്നും എന്നും എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലത്തെയാണ്. അത് റിപ്പലേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വികർഷിക്കുകയേ ചെയ്യുള്ളൂ. ഇനിയിപ്പോ നാലാമത്തെ എന്താണ്, നിങ്ങൾ കമന്റ് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. മിസ് പറയാണ്, നാലാമത്തെ എന്താണ്, എന്നും എസ്സും ആണ്, വ്യത്യസ്ത പോൾസ് ആണ് അല്ലെ. അപ്പൊ അവിടെ എന്താ നടക്കുക, അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണമേ നടക്കുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ എന്തായാലും കാണാൻ പറ്റും. വേഗം തന്നെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ്. നമ്മളെ സൂപ്പർ ബാച്ചില ജൂലൈ 17 നമ്മളെ 9th സൂപ്പർ ബാച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ആണ്, ഓണം എക്സാം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ആണ് കേട്ടോ. അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇതായി ടൈപ്പ് ചെയ്ത മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തേ. അവിടെ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിന്റെ ഒരു ലിങ്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡിക്ഷൻ ഓൾറെഡി ആപ്പിൽ സെറ്റ് ആയിരിക്കുന്നതായിരിക്കും. ഓരോ കാര്യങ്ങളും മിസ്സും അതുപോലെ ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ഒക്കെ ആപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സൂപ്പർ ബാച്ചിലേക്ക് വരാം. അതുപോലെ തന്നെ A+ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ A+ ഗ്രൂപ്പിൽ, അതായത് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യ്. ഇപ്പൊ സൂപ്പർ ബാച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്ലിക്ക് ചെയ്തില്ലേ, അതേ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഫോർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, ജോയിൻ അവർ A+ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ എന്ത് ചെയ്തു, കമന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്തിട്ടില്ലേ, കമന്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പഠിക്കണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ സൂപ്പർ ബാച്ചിന്റെ ഈ ഒരു പോസ്റ്ററിൽ എന്താ മിസ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ലിങ്ക് താഴെ ഉണ്ട്. ആ ലിങ്ക് ഫില്ല് ചെയ്തവരാണെങ്കിൽ വേഗം തന്നെ ഫിൽഡ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളെ പേരും കമന്റ് ചെയ്യണം, എന്ത് ചെയ്യണം, ഒരു സ്മൈലിംഗ് കമന്റ് ചെയ്യട്ടെ കമന്റ് ബോക്സിൽ. ഓക്കെ, അപ്പൊ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ ആപ്പിൽ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ആപ്പിലേക്ക് വരാം, നന്നായിട്ട് പഠിച്ചോളാം. ഓണം എക്സാമിന്റെ ഡേറ്റ് മറക്കരുത്, August 13 കേട്ടോ. ഓക്കെ, ബൈ.